മരണത്തെ നേരിടാനുള്ള ധൈര്യം സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മരണമെന്ന ഭീകരതയെ മുഖാമുഖം നേരിടാനുള്ള കരുത്ത് നേടുന്നതിനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. മരണം അത് യഥാർത്ഥത്തിൽ ഇത്രമാത്രം പേടിക്കാനുള്ള ഒന്നാണോ? ശ്മശാനത്തിലേക്ക് പോവുക എന്നതിൽ കവിഞ്ഞ് അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു തമാശ മാത്രമാണ്. കണ്ണുകളടച്ച് ഇങ്ങനെ ധ്യാനനിമഗ്നനായി ഇരിക്കുമ്പോൾ എനിക്ക് കാണാനാവുന്നുണ്ട് എൻ്റെ ആത്മാവ് ഒരു പ്രകാശവലയത്തിൽ വിലയം പ്രാപിക്കുന്നത്. ആ പ്രകാശവലയം ആകാശത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിക്കുന്നു. ആ പ്രകാശവലയത്തിൻ്റെ അതിരറ്റ പ്രഭയിൽ നക്ഷത്രങ്ങളാകട്ടെ കറുത്ത വെൽവെറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വജ്രങ്ങളെപ്പോലെ വെട്ടിത്തിളങ്ങുന്നു. സൂര്യൻ മങ്ങിമറയുന്നു. ഒരുപക്ഷെ തികച്ചും ദൗർഭാഗ്യവാനായ ഞാൻ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന പ്രപഞ്ചത്തിൽ തലയില്ലാത്ത ജഡങ്ങളെയും ഭൂതപ്രേത പിശാചുക്കളെയും മാത്രമായിരിക്കുമോ കാണുന്നത്? കറുത്തിരുണ്ട അഗാധമായൊരു ഗർത്തത്തിലേക്കായിരിക്കും ഞാൻ പതിക്കുന്നത്. ചുറ്റും അന്ധകാരം മാത്രം. പ്രകാശത്തിൻ്റെ നേരിയ ലാഞ്ചന പോലും എങ്ങുമില്ലാത്ത ഘോരമായ അന്ധകാരം തന്നെ. എൻ്റെ തലയെ ഒരു കൊടുങ്കാറ്റ് ആ അന്ധകാരത്തിലൂടെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുമായിരിക്കും. എൻ്റെ തല പോലെ നിരന്തരം ചുറ്റിക്കറങ്ങുന്ന നിരവധി തലകളുമായി അത് കൂട്ടിമുട്ടുമായിരിക്കും. നിരവധി തടാകങ്ങളും അരുവികളും ആ അന്ധകാരത്തിൽ ഉണ്ടായിരിക്കാം. അതിലൂടെ ഒഴുകുന്നത് ജലമല്ല, കറുത്തിരുണ്ട എന്തോ ദ്രാവകമാണ്. എന്നെക്കാൾ മുമ്പ് കഴുമരത്തിലേറിയവരുടെ തലകൾ അവിടെ എന്നെയും കാത്തിരിക്കുകയാണ്. ധ്യാനത്തിനിടയ്ക്ക് എൻ്റെ കണ്ണുകൾ അങ്ങ് ദൂരേക്ക് തുറന്നു പിടിക്കുന്നു. അങ്ങകലെ ആകാശത്തിൻ്റെ അടരുകൾക്കിടയിൽ എവിടെയോ ഇരുണ്ട മേഘങ്ങൾ ചലിക്കുന്നതിനും അപ്പുറത്തായി കറുത്തിരുണ്ട പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കമാനങ്ങളുടെ നീണ്ട നിഴലുകളാണ് കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത്. അവിടെ അതാ അഗ്നികുണ്ഠം പോലെ തീ മുകളിലേക്ക് ഉയരുന്നു. തീ തുപ്പുന്നൊരു പർവ്വതം പോലെ അത് തിളച്ചു മറിയുകയാണ്. ചോര പോലെ അത് പൊട്ടിയൊലിച്ച് ഒഴുകി വരികയാണ്. കനൽക്കട്ടകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ അത് അടുത്തടുത്ത് വരികയാണ്. ആ കനൽക്കട്ടകൾ പക്ഷികളെപ്പോലെ ചിറകുവെച്ച് പറക്കുകയാണ്. അതെൻ്റെ നേർക്ക് തന്നെയാണ് വരുന്നത്. ഈ അന്ധകാരം എൻ്റെ മുന്നിൽ എന്നേക്കുമായി നിലനിൽക്കുമായിരിക്കും. ശീതകാലത്തിൻ്റെ ചില ഇരുണ്ട രാത്രികളിൽ ഈ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടവരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടിയേക്കാം. പക്ഷേ അവിടെയും അവർ ആധിപത്യത്തിനായി തമ്മിൽ കശപിശ കൂട്ടിയില്ലേ? രക്തമൊലിപ്പിച്ച് വിളറി വെളുത്ത ആൾക്കൂട്ടത്തിൽ ഒരുവനായി ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അവർ എന്നെയും കാത്ത് ശ്മശാനത്തിലിരിക്കുന്നു. ചാന്ദ്രപ്രകാശം എങ്ങും കാണാനില്ല. അവർ അക്ഷമരായി പിറുപിറുക്കുകയാണ്. ദേവില്ല ഹോട്ടലിലെ മങ്ങിയ ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഘടികാരം എന്നെ നോക്കി മന്ദഹാസം പൊഴിക്കുന്നു. അന്തിമ സമയം അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അതെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകം കരുണ വറ്റിയവരുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു. കരുണയുടെ നാമ്പുകൾ ഇല്ലാതായിരിക്കുന്നു. തൂക്കുമരത്തിൻ്റെ യന്ത്രഭാഗങ്ങളിൽ ഗ്രീസുകൾ പുരട്ടിത്തുടങ്ങിയിട്ടുണ്ടാവണം. ആരാച്ചാർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടാവണം. സമയം 4 മണിയടിക്കുന്നു. കഴുമരത്തിന് ചുറ്റും ജനങ്ങളുടെ ആരവം ഉയർന്നു കേൾക്കുന്നതുപോലെ. ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം അതിൻ്റേതായ ചിട്ടകളോടെ നടന്നേക്കും. മരിച്ചവർക്ക് തിരിച്ചു വരാനായാൽ അവർ കാഴ്ചയിൽ എങ്ങനെയായിരിക്കും? തലയില്ലാത്ത ഉടലായിരിക്കുമോ? അതോ ഉടലില്ലാത്ത തല മാത്രമായിരിക്കുമോ? ഇതിലേതായിരിക്കും അവർ സ്വീകരിക്കാനിടയുള്ളത്? ഇനി മരണം ആത്മാവിനോട് എന്തായിരിക്കും ചെയ്യുക? ശരീരത്തിൽ നിന്നും വിട്ടുപിരിയുന്ന ആത്മാവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മരണം? ശരീരത്തിൽ നിന്നും ജീവനെ മരണം തട്ടിയെടുക്കുമ്പോൾ അക്കാലം വരെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ബോധവും ഹൃദയത്തിൻ്റെ താളവും അനുഭൂതിയും കാരുണ്യവും വികാരങ്ങളുമെല്ലാം എങ്ങോട്ടാണ് പോയി മറയുന്നത്? സൃഷ്ടാവിനു പോലും മരണത്തെ ഭയമാണോ? അതിൻ്റെ രാക്ഷസരൂപത്തെ നിലയ്ക്ക് നിർത്താൻ സർവശക്തനായ തമ്പുരാന് പോലും കഴിയത്തില്ലെന്നുണ്ടോ? അല്ലയോ പുരോഹിതന്മാരെ, എൻ്റെ സംശയങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുക. എനിക്കിപ്പോൾ ആവശ്യം ഒരു പുരോഹിതനെയാണ്. ക്രൂശിത രൂപത്തിൽ എനിക്ക് മുത്തമിടണം. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടുകയാണോ? ഉറക്കം എന്നോട് ആവശ്യപ്പെടുന്നു, നീ കിടക്കുകയെന്ന്. ഞാൻ കിടക്കയിൽ കിടന്നു. രക്തം തലച്ചോറിലേക്ക് ഇരച്ചു കയറി എൻ്റെ തലച്ചോർ മരവിച്ചതുപോലെ. ഇപ്പോൾ അല്പം
വിശ്രമം ആവശ്യമാണ്. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കമാണ്. ഇനി അങ്ങോട്ടുള്ളത് ജീവനില്ലാത്ത നിത്യമായ ഉറക്കവും. ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൻ്റെ പശ്ചാത്തലവും രാത്രി തന്നെയാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളായ 2-3 പേരുമായി ചുറ്റിനുമിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ പേരെന്താണെന്ന് ഓർമ്മിക്കാനാവുന്നില്ല. തൊട്ടടുത്ത മുറിയിൽ എൻ്റെ ഭാര്യ കിടന്നുറങ്ങുന്നു. അവളുടെ മാറിൽ തലചായ്ച്ച് എൻ്റെ മകൾ അവളെ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഞങ്ങൾ വളരെ ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അവരെ ഉണർത്താൻ പാടില്ലല്ലോ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് അസാധാരണമായ ഒരു ശബ്ദം കേട്ടു. താക്കോൽ തിരിയുന്നതും വാതിലിൻ്റെ കൊളുത്തുകൾ എടുത്തു മാറ്റുന്നതും കേൾക്കാം. ആ ശബ്ദം ഞങ്ങളെ ജാഗരൂകരാക്കി. കള്ളന്മാരായിരിക്കുമെന്നു തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. എന്താണെന്ന് നോക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി ഞാൻ കയ്യിലെടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. സുഹൃത്തുക്കളും എൻ്റെ പിന്നാലെ വന്നു. ഞങ്ങൾ എൻ്റെ ഭാര്യയും മകളും കിടന്ന മുറിയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. സ്വീകരണ മുറിയിലെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഞങ്ങളുടെ കുടുംബ ഫോട്ടോ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ 4 ഭാഗവും ചുവന്ന ടേപ്പ് ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു. ഞാൻ മുന്നിലും അവർ പിന്നിലുമായി നടന്ന് ഡൈനിങ് റൂമിലെത്തി. ഡൈനിങ് റൂമിൽ നിന്നും സ്റ്റെയർ കേസിലേക്കുള്ള വാതിൽ പൂട്ടിയിരിക്കുകയാണ്. സ്റ്റൗവിന് സമീപത്തുള്ള ചെറിയ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ആരോ അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ രണ്ടും കൽപ്പിച്ച് ആ വാതിൽ മലർക്കെ തുറന്നു. ഒരേറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ കണ്ടത് അത്ര പ്രായം തോന്നാത്തൊരു സ്ത്രീ ഭിത്തിയിൽ ചാരി കൈകൾ ഭിത്തിയോട് അമർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിശ്ചലയായി നിൽക്കുന്നതാണ്. അവൾ തീർത്തും അവശയായിരുന്നു. ഭയം മൂലം എൻ്റെ രോമങ്ങൾ എഴുന്നു നിന്നു. ഞാൻ ചോദിച്ചു, "നീ അവിടെ എന്തെടുക്കുകയാണ്?" അവൾ മിണ്ടുന്നില്ല. "നീ ആരാണ്?" അപ്പോഴും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. കണ്ണുകൾ തുറന്നതുമില്ല. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, "യാതൊരു സംശയവും വേണ്ട, ഇവളേതോ കൊള്ളസംഘത്തിൽ പെട്ടവളാണ്. കവർച്ച പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടിക്കാണും. ഇവൾ രക്ഷപ്പെടാനായി ഇവിടെ ഒളിച്ചതായിരിക്കും." ഞാൻ വീണ്ടും വീണ്ടും അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അവൾ പഴയപടി അതേ നിൽപ്പു തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ അവളെ പിടിച്ചു തള്ളി. ജീവനില്ലാത്തൊരു വസ്തു താഴെ വീഴുന്നത് പോലെ അവൾ തറയിലേക്ക് വീണു. ഞങ്ങൾ കാലുകൊണ്ട് അവളെ തട്ടി നോക്കി. യാതൊരനക്കവുമില്ല. പിടിച്ചെഴുന്നേൽപ്പിച്ച് പഴയതുപോലെ ഭിത്തിയിൽ ചാരി നിർത്തി നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചു. അവൾ കണ്ണു തുറക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തില്ല. ഒരു ബധിരയെപ്പോലെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ക്ഷമ നശിച്ചു. ഞങ്ങളുടെ ഭയം കോപമായി മാറി. ഒരു സുഹൃത്തു പറഞ്ഞു, "മെഴുകുതിരി അവളുടെ താടിയിലേക്ക് പിടിച്ചു നോക്കുക." ഞാൻ അങ്ങനെ ചെയ്തു. ഈ സമയം അവൾ ഒരു കണ്ണ് പകുതി തുറന്നു. ആ കണ്ണ് തികച്ചും നിർജീവമായി തോന്നിച്ചു. ഞാൻ മെഴുകുതിരി മാറ്റിക്കൊണ്ട് ചോദിച്ചു, "നീ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ, അതോ നീയൊരു പ്രേതമാണോ?" പകുതി തുറന്ന കണ്ണ് വീണ്ടും അടഞ്ഞു. "ആഹാ, അത്രയ്ക്കായോ?" എൻ്റെ സുഹൃത്തുക്കൾക്ക് കലിയടക്കാനായില്ല. "അവളുടെ താടിക്ക് തന്നെ ചൂട് ചെല്ലട്ടെ, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്നറിയാമല്ലോ," അവർ പറഞ്ഞു. ഞാൻ വീണ്ടും മെഴുകുതിരി അവളുടെ താടിക്കടിയിലേക്ക് ചേർത്ത് പിടിച്ചു. ഇത്തവണ അവൾ 2 കണ്ണുകളും പാതി തുറന്ന് ഞങ്ങളെ തുറിച്ചു നോക്കി. പിന്നെ അവളുടെ തല താഴേക്ക് കുനിഞ്ഞു. അവളുടെ തണുത്തുറഞ്ഞ നിശ്വാസവായുവേറ്റ് മെഴുകുതിരി അണഞ്ഞു. തീർത്തും ഭയാനകമായ അന്ധകാരം എങ്ങും വ്യാപിച്ചു. 3 കൂർത്ത പല്ലുകൾ എൻ്റെ കയ്യിലേക്ക് ആഴ്ന്നിറങ്ങി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ഭയം മൂലം എൻ്റെ ശരീരം ആലില പോലെ വിറയ്ക്കുകയാണ്. നല്ലവനായ ആ പ്രായം ചെന്ന പുരോഹിതൻ നിവർത്തിപ്പിടിച്ച വേദപുസ്തകവുമായി എൻ്റെ കിടക്കയ്ക്കരികിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. "ഞാൻ ഒരുപാട് നേരമായി ഉറങ്ങുകയായിരുന്നു?" ഞാൻ ചോദിച്ചു. "എൻ്റെ കുഞ്ഞെ, നീ 1 മണിക്കൂറായി ഉറങ്ങുകയായിരുന്നു. നിന്നെ കാണിക്കുന്നതിനായി നിന്റെ മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ തൊട്ടടുത്ത മുറിയിലുണ്ട്. നീ ഉണരുന്നതും കാത്ത് അവൾ ഇരിക്കുകയാണ്. നിന്നെ ഉണർത്തണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്." "എൻ്റെ കുഞ്ഞ്, എൻ്റെ പ്രിയപ്പെട്ട മോൾ, അവളെ കൊണ്ടുവരൂ." ഞാൻ ഉറക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. എൻ്റെ മകൾ സുന്ദരിയായിരുന്നു. അവളുടെ മുഖം പ്രകാശമാനമായിരുന്നു. അവളുടെ കണ്ണുകൾ വലുതും മനോഹരവുമായിരുന്നു.
അവൾ ധരിച്ചിരുന്ന ഉടുപ്പുകൾ അവൾക്ക് ഏറ്റവും അനുയോജ്യവുമായിരുന്നു. ഞാൻ അവളെ എൻ്റെ മടിയിലേക്ക് എടുത്തിരുത്തി. കവിളിലും ചുണ്ടുകളിലും ആവേശത്തോടെ ചുംബിച്ചു. വിരലുകൾ മുടിയിഴകളിലൂടെ ഓടിച്ച് മാറോടടക്കി പിടിച്ചു. അവളുടെ അമ്മ അവളോടൊപ്പം വന്നില്ല. അവളുടെ അച്ചമ്മയും വന്നിട്ടില്ല. ഇവിടം വരെ വരാനുള്ള ആരോഗ്യം അവർക്ക് രണ്ടാൾക്കുമില്ല. തീർത്തും അമ്പരപ്പോടെയാണ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവളെ ചുംബിക്കാനും ലാളിക്കാനും കെട്ടിപ്പിടിക്കാനുമെല്ലാം അനുവദിച്ചെങ്കിലും അവളുടെ അമ്പരപ്പ് തുടർന്നു. അസുഖകരമായ ഒരു ശബ്ദം അവളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മുതിർന്നു മാറി മുറിയുടെ മൂലയിലേക്ക് ചേർന്ന് നിന്ന് അവൾ വിങ്ങിപ്പൊട്ടി. മോളെ, മേരി, എൻ്റെ പൊന്നുമോളെ. ഞാൻ അവളുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തു നിന്നു. അവളെ കെട്ടിപ്പിടിക്കാനാഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് എന്നെ തള്ളിമാറ്റി. ഓ, നിങ്ങൾ എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നു, അവൾ പരിഭവിച്ചു. ഏകദേശം 1 വർഷക്കാലമായിരിക്കുന്നു എന്നെ അവൾ കണ്ടിട്ട്. അവൾ എന്നെ മറന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ, എൻ്റെ മുഖം, അതെല്ലാം അവളുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. അല്ല, ഈ രൂപത്തിൽ ആർക്കാണ് എന്നെ തിരിച്ചറിയാനാവുക? മുഷിഞ്ഞു നാറിയ വേഷം, അലസമായി വളർന്നിറങ്ങിയ താടിരോമം, തികച്ചും വൃത്തികെട്ടതും അറപ്പുളവാക്കുന്നതുമായ ഈ അവസ്ഥയിൽ ആർക്കാണ് എന്നെ തിരിച്ചറിയാനാവുക? ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ പൊന്നുമോളും എന്നെ മറന്നിരിക്കുന്നു. പപ്പ എന്ന് ആ ചുണ്ടുകളിൽ നിന്ന് ഒരിക്കൽ കൂടി വിളിക്കുന്നത് കേൾക്കാൻ എൻ്റെ അന്തരംഗം കൊതിച്ചു. ഞാൻ അവളുടെ 2 കൈകളിലും മൃദുലമായി പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ, നിനക്കെന്നെ ഓർമ്മയില്ലേ? ആ വലിയ കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല. നീ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയൂ, ഞാൻ ആരാണെന്ന്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഹോ, ഇത്ര ഭയങ്കരം തന്നെ. ഈ ലോകത്ത് ഏതൊരാൾ എന്നെ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചോ, അവളും എന്നെ മറന്നിരിക്കുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ലാളിച്ച എൻ്റെ പൊന്നുമോളും മറന്നിരിക്കുന്നു. മോളെ, മേരി, നിനക്കൊരു പപ്പയില്ലേ? ഉണ്ട്. അദ്ദേഹം എവിടെയാണിപ്പോൾ? അവളുടെ വലിയ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. അത്ഭുതത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പപ്പ മരിച്ചുപോയി. അവൾ കരയാൻ തുടങ്ങി. എൻ്റെ കൈകളിൽ നിന്നും അവൾ കുതറി മാറി. മരിച്ചുപോയി, ഞാൻ സ്വയം പറഞ്ഞു. മോളെ, ഈ മരണത്തെക്കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? പള്ളിയിലെ സെമിത്തേരിയിൽ കുഴിച്ചിടും. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകും, അവൾ തുടർന്നു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ മമ്മയുടെ കാൽച്ചുവട്ടിലിരുന്ന് എൻ്റെ പപ്പായ്ക്ക് നല്ലത് വരുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമോ? ഇല്ല, ഈ സമയത്തല്ല പ്രാർത്ഥിക്കുന്നത്. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പാ. അങ്ങ് അന്നേരം വന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഞാൻ ആകെ അസ്വസ്ഥനായി. അവളെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, മോളെ, മേരി, ഞാനാണ് നിന്റെ പപ്പ. ഒരിക്കലും അല്ല. നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ. നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? എൻ്റെ കണ്ണുനീരിൽ ചാലിച്ച 1000 ഉമ്മകൾ ഞാൻ അവൾക്ക് നൽകി. എൻ്റെ ചുംബനം അവൾക്ക് തികച്ചും അസഹ്യമായി തോന്നി. എന്നിൽ നിന്നും കുതറി മാറാൻ അവൾ പരിശ്രമിച്ചു. ഹോ, നിങ്ങളുടെ ഈ താടിരോമങ്ങൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നു. ഞാൻ അവളെ 2 കൈയിലും പിടിച്ചുയർത്തി എൻ്റെ മുന്നിൽ നിർത്തി ചോദിച്ചു, മോളെ, മേരി, നിനക്ക് വായിക്കാൻ അറിയാമോ? അറിയാം, മമ്മ എന്നെ എല്ലാം പഠിപ്പിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പേപ്പർ നിവർത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവളോടത് വായിക്കാൻ പറഞ്ഞു. തൻ്റെ വലിയ കണ്ണുകൾ ഉയർത്തി അവൾ ആ പേപ്പറിലേക്ക് നോക്കി തലകുലുക്കി. ഇല്ല, എനിക്കിതൊന്നും വായിക്കാൻ അറിയില്ല. കഥകൾ മാത്രമേ അറിയൂ. മോളൊന്ന് ശ്രമിച്ചു നോക്കൂ. അവൾ ആ പേപ്പറിലേക്ക് വീണ്ടും കണ്ണു പായിച്ചിട്ട് വായിച്ചു. എൻ്റെ വധശിക്ഷയെക്കുറിച്ചുള്ള പത്രവാർത്തയായിരുന്നു അത്. ഇന്ന് തൂക്കിലേറ്റും എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. അവൾ ഓരോ അക്ഷരങ്ങളായി അത് വായിച്ചു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പരിചാരിക വന്ന വഴിയിൽ വാങ്ങിയതാണ്. ഞാൻ ആ പത്രം അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തു. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എൻ്റെ ഉള്ളിൽ നിന്നും വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. എൻ്റെ പരാക്രമം അവളെ ഭയപ്പെടുത്തി. അവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ പേപ്പർ ഇങ്ങതാ, എനിക്കതുകൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കാനാ, അവൾ കരച്ചിലിനിടയിലും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവളെ പരിചാരികയെ ഏൽപ്പിച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ഇവളെ കൊണ്ടുപോയിക്കോളൂ. എല്ലാം തകർന്നവനെ പോലെ ഞാൻ കസേരയിലിരുന്നു. ഇരുകൈകൾ കൊണ്ടും കണ്ണുകൾ പൊത്തി വിങ്ങിക്കരഞ്ഞു.
രക്തം തലച്ചോറിൽ കട്ട പിടിച്ചതുപോലെ. ഈ ലോകത്തിൽ ഇനി എനിക്കൊന്നും അവശേഷിക്കുന്നില്ല. ഇനി മരണം മാത്രം. അതെത്രയും വേഗം ഇങ്ങെത്തിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നെ ഈ ലോകവുമായി ബന്ധിച്ചിരുന്ന അവസാനത്തെ കണ്ണിയും അറ്റുപോയിരിക്കുന്നു. എല്ലാം അവസാനിക്കാൻ നേരമായിരിക്കുന്നു. ഇനി എൻ്റെ ജീവൻ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വൈദികനും ജയിലറും കഠിനഹൃദയരല്ല. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളും ഈറനണിഞ്ഞതായി എനിക്ക് തോന്നി. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് എന്നെ തന്നെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആരാച്ചാരുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. കഴുമരത്തിലേക്ക് കൊണ്ടുപോകാനെത്തുന്ന വണ്ടിയിലേക്ക് ധൈര്യപൂർവ്വം നടക്കേണ്ടിയിരിക്കുന്നു. ജയിൽ ജീവനക്കാരുടെ മുന്നിൽ വഴിയരികിലും നദീതീരത്തും ജനൽവാതിലുകളിലും മരണം കാണാനായി കാത്തുനിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ സധൈര്യം നെഞ്ചുവിരിച്ച് തലയുയർത്തി നടക്കേണ്ടിയിരിക്കുന്നു. ധൈര്യം സംഭരിക്കാനായി ഇനി അവശേഷിക്കുന്നത് 1 മണിക്കൂർ മാത്രമാണെന്ന് തോന്നുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ആഹ്ലാദിച്ച് ചിരിക്കുന്നവരുണ്ട്, സന്തോഷിച്ച് കൈയടിക്കുന്നവരുണ്ട്. അവരിൽ ആരെയും എനിക്കറിയില്ല. എന്നാൽ എന്നെ തൂക്കിലേറ്റുന്നത് കാണുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആഹ്ലാദത്തോടു കൂടിയാണ് അവർ ആ മൈതാനത്ത് തലയുയർത്തി നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ ചിലർക്കെങ്കിലും എന്നെ അനുഗമിക്കേണ്ടി വരുമെന്ന സത്യം അവർ മറക്കുന്നു. രക്തം പുരണ്ട ഈ ബക്കറ്റിലേക്ക് അവരുടെ തലയും എത്തപ്പെട്ടേക്കാം. ഒരിക്കൽ അവരിൽ ആർക്കു വേണമെങ്കിലും ഞാൻ അനുഭവിച്ച വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എൻ്റെ പൊന്നുമോൾ മേരി, അവളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടവുമായി തന്നെ തിരിച്ചുപോയി. കുതിരവണ്ടിയുടെ അഴികൾക്കിടയിലൂടെ അവൾ ഈ ജനക്കൂട്ടത്തെ കാണുന്നുണ്ടായിരിക്കും. അവരുടെ ആർപ്പുവിളികൾ അവളിൽ കൗതുകമുണർത്തുന്നുണ്ടായിരിക്കും. അവൾ മാന്യനായ ഒരു മനുഷ്യനെന്ന് എന്നെ സംബോധന ചെയ്തത് മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ അവളുടെ ഓർമ്മകളുടെ തീരത്തു നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ എഴുതുന്നതെല്ലാം അവൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ എന്നെങ്കിലും ഒരു 15 വർഷങ്ങൾക്കപ്പുറം അവൾ എൻ്റെ ഈ കുറിപ്പുകൾ വായിക്കുമായിരിക്കും. അന്നവൾ എന്നെ ഓർക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണ്ടുമുട്ടലിനെക്കുറിച്ചും അവൾക്ക് ഓർമ്മകൾ ഉണ്ടാകുമായിരിക്കും. അതെ, എൻ്റെ ഈ കഥയിൽ നിന്നും എൻ്റെ യഥാർത്ഥ ജീവിതം എന്തായിരുന്നുവെന്ന് അവൾ അറിയും. എങ്ങനെയാണ് എൻ്റെ പേരുകൾ രക്താക്ഷരങ്ങളിൽ എഴുതി വെച്ചതെന്നും അവൾ മനസ്സിലാക്കും. ദേവില്ല ഹോട്ടലിലെ ഒരു മുറിയിലിരുന്നാണ് ഞാനിത് എഴുതുന്നത്. ഞാനിപ്പോൾ ഈ ഹോട്ടലിലെ മുറിയിലാണ്. എൻ്റെ അവസാനത്തെ യാത്രയ്ക്കുള്ള ആരംഭം ഇവിടെ നിന്നാണ്. എൻ്റെ മുറിയുടെ ജനാലയുടെ തൊട്ടു താഴെയാണ് ആ സ്ഥലം. ജനങ്ങളുടെ പൊട്ടിച്ചിരിയും ആർപ്പുവിളിയും അട്ടഹാസങ്ങളും ഇവിടെ ഇരുന്ന് എനിക്ക് കേൾക്കാനാകും. അവരെല്ലാം എൻ്റെ വരവും പ്രതീക്ഷിച്ച് അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഈ സമയത്തെങ്കിലും ധൈര്യം സംഭരിക്കേണ്ടത് അനിവാര്യമാണ്. എൻ്റെ ഞരമ്പുകൾക്ക് കരുത്തുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ പുറത്ത് ചുമന്ന ചായം തേച്ച കഴുമരത്തിൻ്റെ 2 തൂണുകളും കാണുമ്പോൾ എൻ്റെ ഹൃദയം നിശ്ചലമാകുന്നത് പോലെ. നടപ്പാതയിൽ കഴുമരത്തിൻ്റെ തൊട്ടടുത്തായി ത്രികോണാകൃതിയിൽ കറുത്ത ചായം തേച്ച് പിടിപ്പിച്ച പ്രവേശന കവാടം. ഞാൻ അവസാനമായി ആവശ്യപ്പെട്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണണമെന്നായിരുന്നു. അതിനായിട്ടാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അയാളുടെ വരവും കാത്താണ് ഞാൻ ഇരിക്കുന്നത്. ചിലപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വന്നേക്കും. എല്ലാം അവസാനിക്കുന്നു. സമയമായെന്ന മുന്നറിയിപ്പ് എനിക്ക് നൽകിക്കഴിഞ്ഞു. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞ 6 മണിക്കൂർ നേരമായി, കഴിഞ്ഞ 6 ആഴ്ചകളായി, കഴിഞ്ഞ 6 മാസങ്ങളായി ഞാൻ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ച് ഭ്രാന്തു പിടിച്ചത്, ആ സമയം സംജാതമായിരിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായി അതെത്തിയതുപോലെ. അവർ ആദ്യം എന്നെ ഒരു ഇടനാഴിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും നിരവധി സ്റ്റെയറുകൾ കയറിയും ഇറങ്ങിയും മുന്നോട്ട്. മടക്കി വെക്കുന്ന തരത്തിൽ വാതിലുകളുള്ള ഒരിടുങ്ങിയ മുറിയിലേക്ക് അവരെന്നെ തള്ളിയിട്ടു. അതിനകം അന്ധകാരത്തിൽ ആണ്ടുകിടന്നു. ഇടുങ്ങിയ ആ മുറിയിൽ പ്രകാശം കടന്നുവരാൻ മുകളിൽ ഒരു കിളിവാതിലുണ്ടായിരുന്നെങ്കിലും മഴക്കാലത്തും മഞ്ഞുകാലത്തും അതിരുണ്ടു തന്നെ കിടന്നിരുന്നു. ആ മുറിയുടെ മധ്യത്തിലായി ഒരു കസേരയിട്ടിരുന്നു. എന്നോട് അതിലിരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാനതിലിരുന്നു. പുരോഹിതനും ജയിലറും കൂടാതെ 3 പേർ കൂടി ആ മുറിയുടെ സമീപം നിന്നിരുന്നു. ആ 3 പേരിൽ ഒരുവൻ നല്ല ഉയരമുള്ള തടിയനായ ഒരു മനുഷ്യനാണ്. അയാളുടെ മുഖം ചുവന്ന് വലിഞ്ഞു മുറുകിയിരിക്കുന്നു.
കട്ടിയുള്ള ഓവർകോട്ടും 3 മുനയുള്ള തൊപ്പിയും അയാൾ ധരിച്ചിരിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലായി അത് അയാൾ തന്നെയാണ്. എൻ്റെ ജീവനെടുക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാച്ചാർ. മറ്റ് 2 പേരും അയാളുടെ സഹായികളാണ്. ഞാൻ കസേരയിൽ ഇരുന്നയുടൻ തന്നെ 2 പേർ പിന്നിലൂടെ വന്ന് എൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു വെച്ചു. എൻ്റെ തലയിൽ എന്തോ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. കത്രികയുടെ താളം എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. എൻ്റെ മുടി തലയിൽ നിന്നും പിടിവിട്ട് തോളിലും കാൽച്ചുവട്ടിലും പതിച്ചു. നീളം കൂടിയ ആ മനുഷ്യൻ അയാളുടെ നീണ്ട കൈകൾ കൊണ്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് തോളിലെ മുടി തട്ടി താഴേക്കിട്ടുകൊണ്ടിരുന്നു. എനിക്ക് ചുറ്റിനുമുള്ള ഓരോ മനുഷ്യരും എന്തെല്ലാമോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആദ്യം ആ പിറുപിറുക്കൽ ഒരു നദീപ്രവാഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പുറത്ത് കാഴ്ച കാണുന്ന മനുഷ്യരുടെ ആഹ്ലാദവും കുശുകുശുക്കലുമായിരുന്നു അത്. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ വെച്ചുകൊണ്ട് അഴികൾക്കപ്പുറത്ത് വന്നിരുന്ന് എന്തെല്ലാമോ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നാളെ പത്രവാർത്തയിലൂടെ പുറം ലോകം വായിച്ചാസ്വദിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സഹായികളിൽ ഒരാൾ എൻ്റെ കോട്ടഴിച്ചു മാറ്റി. മറ്റൊരാൾ എൻ്റെ കൈ പിന്നിലേക്ക് പിടിച്ചു വെച്ചിട്ട് എൻ്റെ കണങ്കൈകൾ തമ്മിൽ ബലമുള്ളൊരു ചരടുകൊണ്ട് മുറുക്കി കെട്ടി. രണ്ടാമൻ എൻ്റെ കഴുത്തിലെ കുറ്റവാളി എന്ന മുദ്ര അഴിച്ചുമാറ്റി. എൻ്റെ ശരീരത്തിൽ അവസാനം വരെ കിടന്നിരുന്ന ലിനൻ ഷർട്ട് അഴിച്ചുമാറ്റാൻ കഴിയാത്തതിനാൽ ഒരു കത്തി കൊണ്ട് അതിൻ്റെ കോളറുകൾ മുറിച്ചു മാറ്റിയാണ് അഴിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീൽ വളയത്തിൻ്റെ തണുപ്പ് എൻ്റെ കഴുത്തിൽ അനുഭവപ്പെട്ടു. എൻ്റെ കാൽമുട്ടുകൾ വിറച്ചു. ശബ്ദം താഴ്ത്തി ആരാച്ചാർ പറഞ്ഞു, സർ, അങ്ങയോട് ഈ പാതകം ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കുക. ആരാച്ചാർ മാന്യനാണ്. പുറത്ത് ജനക്കൂട്ടത്തിൻ്റെ ആരവമുയർന്നു. ആരാച്ചാർ ഒരു കർച്ചീഫ് എൻ്റെ നാസാരന്ധ്രങ്ങളിൽ പൊത്തിപ്പിടിച്ചു. രൂക്ഷമായ ഗന്ധമുള്ള എന്തോ വസ്തുവായിരുന്നു അത്. വളരെ നന്ദിയുണ്ട്. എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്ത് കാര്യം? മറ്റൊരാളെത്തി എൻ്റെ കാലിൻ്റെ തള്ളവിരലുകൾ കൂട്ടിക്കെട്ടി. അത് തീർത്തും ചെറിയൊരു കയറുപയോഗിച്ചാണ് ചെയ്തത്. എനിക്ക് വളരെ പതുക്കെ നടക്കാൻ പാകത്തിന് ചരടിന് നീളമുണ്ടായിരുന്നു. അതിൻ്റെ ഒരറ്റം എൻ്റെ കണങ്കൈയിലേക്കും ബന്ധിച്ചു. ആരാച്ചാർ ഒരു കോട്ടുപോലുള്ള തുണി കൊണ്ട് പിന്നിൽ നിന്നും എൻ്റെ താടിഭാഗത്തുകൂടി പിന്നിലേക്ക് വലിച്ചുകെട്ടി. എല്ലാ ജോലികളും അവസാനിച്ചിരിക്കുന്നു. പുരോഹിതൻ ഒരു ക്രൂശിത രൂപവുമായി എൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. മകനെ, വരൂ, അദ്ദേഹം വിളിച്ചു. ആരാച്ചാരുടെ സഹായികൾ എൻ്റെ കക്ഷത്തുകൂടി കൈയിട്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നീട് അവർ എന്നെ മുന്നോട്ട് നടത്തി. കാലിൽ കെട്ടുള്ളതിനാൽ വളരെ പതുക്കെ മാത്രമേ നടക്കാനാവൂ. പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. തണുത്ത വായുവിനൊപ്പം ജനങ്ങളുടെ ആരവവും അകത്തേക്ക് തള്ളിക്കയറി വന്നു. രൂക്ഷമായ വെളിച്ചം കഴുമരത്തിലേക്ക് പ്രവഹിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി. ജനമാർത്തട്ടഹസിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്നു. അവരെ കയറുകെട്ടി നിയന്ത്രിക്കുന്ന പോലീസുകാർ. ആയിരക്കണക്കിന് തലകൾ അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കുന്നു. എവിടെ നോക്കിയാലും തലകൾ മാത്രം. അതിനടുത്തായി കറുത്ത ചായം തേച്ച വണ്ടിയിൽ ഒരു സ്ട്രെച്ചർ വെച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. എൻ്റെ ധൈര്യം ഇടയ്ക്ക് ചോർന്നു പോകുന്നത് പോലെ. എൻ്റെ തലവെട്ടം കണ്ടപ്പോൾ ദേ അവനെത്തി, അവസാനം അവൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആർത്തിരമ്പുകയാണ്. എൻ്റെ തൊട്ടടുത്തുള്ളവർ കൈയടിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു സ്വീകരണം ഒരുപക്ഷെ രാജാവിന് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു കുതിരവണ്ടിയിലേക്ക് എന്നെ എടുത്തിരുത്തി. ആരാച്ചാരും ഒരു സഹായിയും മുന്നിൽ നടന്നു, ഒരാൾ പിന്നിലും. നിനക്ക് നല്ല ദിവസം നേരുന്നു സുഹൃത്തേ, ജനം വിളിച്ചു പറഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നല്ല ദിവസം തന്നെ, വേറൊരു കൂട്ടർ വിളിച്ചു പറഞ്ഞു. എൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ തികച്ചും ശാന്തനായിരുന്നു. ദേ, അവൻ മരിക്കാൻ പോകുന്നു, പ്രായം ചെന്നൊരു സ്ത്രീ ഉറക്കെ വിളിച്ചു കൂവി. നാട്ടുകാരുടെ കമന്റുകളും ശാപവാക്കുകളും എൻ്റെ ധൈര്യം വർദ്ധിപ്പിച്ചു. പുരോഹിതൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. കുതിരയെ നോക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എന്തിലെങ്കിലും പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ആത്മധൈര്യം ചോർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അത് മനുഷ്യ സഹജമായ ഒന്നാണല്ലോ. കൊട്ടാരവാതുക്കൽ ഒരു കൂട്ടം കാവൽക്കാർ എന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പുറപ്പെടാനുള്ള ആജ്ഞ മേലുദ്യോഗസ്ഥനിൽ നിന്നും ലഭിച്ചയുടൻ തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങി. ജനമാർത്തു വിളിച്ച് കൈയടിച്ചു.
തൊപ്പിയെടുത്ത് അവനെ ആദരിക്കൂ. ആൾക്കാർ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് എന്നെ ആദരിച്ച് അപമാനിച്ചു. ഞാൻ ചിരിച്ചു. എന്നിട്ട് പുരോഹിതനോട് പറഞ്ഞു, അവരുടെ തൊപ്പി, എൻ്റെയോ തല തന്നെയും. ഞങ്ങൾ കഴുമരത്തിനടുത്തേക്ക് നീങ്ങി. അന്തരീക്ഷത്തിൽ പൂക്കളുടെ മണം തത്തിക്കളിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലവർ മാർക്കറ്റുണ്ട്. അവിടുത്തെ കച്ചവടക്കാരാകട്ടെ ഇന്നത്തെ കച്ചവടം മതിയാക്കി എൻ്റെ മരണം കാണാനായി എത്തിയിട്ടുണ്ട്. ചുറ്റിനും നിരവധി സർക്കാർ കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ മുകൾ നിലകളിലെ ജനാലകളിൽ സ്ഥാനം പിടിച്ചവർ എൻ്റെ മരണം കാണാൻ ഏറ്റവും സുരക്ഷിത ഇടങ്ങളിലാണ് നിൽപ്പുറപ്പിച്ചിട്ടുള്ളത്. കാഴ്ചക്കാരിൽ സ്ത്രീകളുടെ മുഖം കൂടുതൽ വിവർണമായിട്ടുണ്ട്. കസേരകളിൽ സ്ഥാനമുറപ്പിച്ചവരുമുണ്ട്. എല്ലാവരുടെയും കണ്ണുകളിൽ ആകാംക്ഷയും സന്തോഷവും തത്തിക്കളിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കോപവും സങ്കടവും ഒരുപോലെ തോന്നി. എൻ്റെ ജീവൻ അവരിൽ ആർക്കാണ് വേണ്ടത്? കുതിരവണ്ടി മുന്നോട്ട് ചലിക്കുമ്പോൾ അവർ മുന്നിൽ നിന്നും വഴിമാറിക്കൊടുക്കുകയും വീണ്ടും വണ്ടിയുടെ പിന്നിൽ കൂട്ടം കൂടി ആർത്തട്ടഹസിക്കുകയും ചെയ്തു. പോൺ ദ ചേഞ്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കി. അങ്ങകലെയായി എൻ്റെ വലതുഭാഗത്തായി ഒരു വലിയ ടവർ ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ പിരിയൻ ഗോവണികളും കാണാം. അതിൻ്റെ ഏറ്റവും മുകളിലായി പ്രേതങ്ങളെപ്പോലെ 2 മാർബിൾ പ്രതിമകൾ തലയുയർത്തി നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ആ ചോദ്യം ഉന്നയിക്കുന്നതിന് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പുരോഹിതനോട് ചോദിച്ചു, എന്താണത്? അത് സെയിൻറ്റ് ജാക്കോസിൻ്റെ പ്രതിമകളാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. മുന്നോട്ട് നീങ്ങും തോറും ജനക്കൂട്ടത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നു. അവർ ആർത്തട്ടഹസിക്കുകയും എന്തെല്ലാമോ അപമാനകരമായ വാക്കുകൾ ഉറക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭീരുവിനെ പോലെ ഞാൻ നിശബ്ദനായിരുന്നു. പുരോഹിതൻ്റെ വാക്കുകളിൽ ശ്രദ്ധിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നാൽ അതിൽ പകുതിയും എനിക്ക് കേൾക്കാനായില്ല. ക്രൂശിത രൂപം ഞാൻ കയ്യിലെടുത്ത് അതിൽ മുത്തമിട്ടു. എൻ്റെ ദൈവമേ, നീ എന്നോട് ദയവ് കാണിക്കണേ. ഞാൻ കരഞ്ഞു. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. മഴമേഘങ്ങൾ തലയ്ക്ക് മുകളിൽ വട്ടമിട്ടു. എല്ലാവരെയും നനച്ചുകൊണ്ട് മഴ പെയ്തിറങ്ങി. തണുപ്പേറ്റ് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞെ, നീ വിറയ്ക്കുന്നുണ്ടല്ലോ. പുരോഹിതൻ സങ്കടപ്പെട്ടു. അതെ, ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഈ മഴവെള്ളം വീണിട്ടാണ് ഞാൻ വിറയ്ക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ എൻ്റെ ധൈര്യമെല്ലാം വീണ്ടും ചോർന്നു പോവുകയാണ്. പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്നെ കണ്ട ചില സ്ത്രീകൾ സങ്കടപ്പെട്ടു. അവർ സങ്കടപ്പെടാൻ കാരണം ഞാൻ ചെറുപ്പമാണല്ലോ എന്നോർത്തിട്ടാണ്. നദീതീരത്തെ നടപ്പാതയിൽ എത്തിയപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ കണ്ണും കാതും അടഞ്ഞുപോയി. അത്രമാത്രം ജനങ്ങളാണ് അവിടെ ആർത്തട്ടഹസിച്ച് എന്നെ വരവേൽക്കാനായി നിന്നിരുന്നത്. പാതയോരവും അടുത്തുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗവും ജനാലകളുടെ വിടവുകളും ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ വാതിലുകളും കടകളുടെ മുൻഭാഗവുമെല്ലാം ആയിരക്കണക്കിന് തലകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർക്കെല്ലാം എന്നെ നന്നായിട്ടറിയാം. എന്നാൽ അവരിൽ ആരെയും എനിക്കറിയില്ല. എല്ലാ കണ്ണുകളും എന്നെ തുറിച്ചു നോക്കുകയാണ്. ഒരു തരം വിഷം പുരട്ടിയ നോട്ടം. ഞാൻ ആകെ അസ്വസ്ഥനായി. ഈ മനുഷ്യർക്കെല്ലാം ഭ്രാന്താണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. വിഡ്ഢിക്കോമരങ്ങൾ! ഈ മനുഷ്യർക്കെങ്ങനെ ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യജീവിയോട് പെരുമാറാനാകുന്നു? കഴിവിലേറ്റാനായി കൊണ്ടുപോകുമ്പോഴും ഇത്രമാത്രം പകയോടെ പെരുമാറാൻ മാത്രം ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? എൻ്റെ അസ്വസ്ഥതകൾ പെരുകി വന്നു. പുരോഹിതൻ്റെ വാക്കുകളും ക്രൂശിത രൂപവും ഞാൻ മറന്നു തുടങ്ങി. ആഹ്ലാദാരവം മുഴക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും എന്നോട് അല്പം സഹതാപം കാണിച്ചാൽ പോലും അതെൻ്റെ ചെവിയിലേക്ക് എത്തില്ല. ജനക്കൂട്ടത്തിൻ്റെ ഒച്ചപ്പാടുകൾ അത്രമാത്രം ഭീകരമായിരുന്നു. ഒരു ചെമ്പുകുടത്തിൽ ആഞ്ഞടിച്ചാലുണ്ടാകുന്ന ശബ്ദത്തേക്കാൾ ഭീകരമായിരുന്നു അത്. ആ ശബ്ദം 1000 ഇരട്ടിയായി എൻ്റെ ചെവിയിൽ കിടന്ന് പുളഞ്ഞു മറിഞ്ഞു. അബോധമായ തലത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടിരുന്നുവെങ്കിലും അടുത്ത് കണ്ട കടകളുടെ പേരുകൾ വായിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ എൻ്റെ ഇടതുവശത്തുള്ളൊരു ദൃശ്യത്തിലുടക്കിയത്. ഞാൻ തലതിരിച്ച് അങ്ങോട്ട് നോക്കി. ഞങ്ങൾ ആ രൂപത്തിനടുത്തേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുകയാണെന്ന് തോന്നി. അതിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ എൻ്റെ തലച്ചോറെന്നെ പ്രേരിപ്പിച്ചെങ്കിലും കഴുത്തും തലയും അനക്കാനാവുന്നില്ല. അതെല്ലാം അനക്കാനാവാത്ത വിധം ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. എൻ്റെ ഇടതുവശത്തുകൂടി ഒഴുകുന്ന നദിക്കുമപ്പുറത്ത് അങ്ങകലെയായി
നോട്ടർഡാമിലെ ടവറുകളിൽ ഒരെണ്ണം എനിക്ക് വ്യക്തമായി കാണാനാവുന്നുണ്ട്. പക്ഷേ മറ്റേത് അത്ര വ്യക്തമല്ല. ജനക്കൂട്ടത്തിനൊരു അറുതിയുമില്ല. അവർ തിക്കിത്തിരക്കുകയാണ്. അട്ടഹാസത്തിനും ആർപ്പുവിളിക്കും ഒരു കുറവുമില്ല. അവർക്കെല്ലാം ഇപ്പോൾ എന്നെ വ്യക്തമായി കാണാനാവുന്നുണ്ട്. കുതിരവണ്ടി പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. കടകളും കെട്ടിടങ്ങളും പിന്നെയും കടകളും കടന്ന് അത് നീങ്ങുകയാണ്. ജനം മഴ വീണ് ചെളി പോലെയായ മണ്ണിൽ ആർത്ത് തിമിർക്കുകയാണ്. അവർ ചിരിക്കുകയാണ്. വണ്ടി കടകളും കഴിഞ്ഞ് ചതുരാകൃതിയിലുള്ളൊരു മൂലയിലെത്തി. എൻ്റെ കണ്ണുകൾ അവിടേക്ക് പതിഞ്ഞു. വണ്ടി നിന്നു. പെട്ടെന്ന് വണ്ടി നിന്നപ്പോഴുള്ള ആഘാതത്തിൽ ഞാൻ മുന്നോട്ട് വീഴാനാഞ്ഞു. പുരോഹിതൻ എന്നെ കടന്നു പിടിച്ചു. ജനത്തിൻ്റെ ആർപ്പുവിളികളുടെ മുഴക്കം 10 മടങ്ങ് ശക്തിയിലായി. പരുഷവാക്കുകളുടെ ശൗര്യം വർദ്ധിച്ചു. ശാപവാക്കുകൾ 4 ഭാഗത്തു നിന്നും മലതല്ലിയെത്തി. പുരോഹിതൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ധൈര്യം കൈവിടരുത്. ഒരേണി വണ്ടിയുടെ പിന്നിലേക്ക് കൊണ്ടുവന്ന് ചാരിവെച്ചു. അതിൽ നിന്നും ഇറങ്ങാൻ അവരെന്നെ സഹായിച്ചു. ഞാനൊരു ചുവട് മുന്നോട്ട് വെച്ചു. രണ്ടാമത്തെ ചുവട് മുന്നോട്ട് വെക്കാനായി കാലെടുത്തു വെച്ചെങ്കിലും കഴിഞ്ഞില്ല. 2 വിളക്കുകാലുകൾക്കിടയിലുമായി എന്നെ ഭയപ്പെടുത്തുന്ന ആ സാധനം ഞാൻ കണ്ടു. ആ യാഥാർത്ഥ്യം എന്നെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തി. എൻ്റെ ശരീരം പൂർവാധികം ശക്തിയായി വിറയ്ക്കാൻ തുടങ്ങി. പിന്നിൽ നിന്നും അവർ ശക്തിയായി എന്നെ മുന്നോട്ട് തള്ളി. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയണം. എനിക്കതെല്ലാം എഴുതണം. എൻ്റെ കൈകൾ അവർ സ്വതന്ത്രമാക്കി. എങ്കിലും എൻ്റെ കാലുകളും കഴുത്തും അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. എനിക്കു വേണ്ടിയുള്ളതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. അയാൾ ജഡ്ജിയായിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷണറോ മറ്റോ ആയിരിക്കാം. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് കൈകൂപ്പി യാചിച്ചു, എന്നോട് ദയവ് കാണിക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് ശരീരം കുനിച്ചു പിടിച്ചു. എന്നോട് അല്പം ദയവ് കാണിക്കണം സർ, ഞാൻ പറഞ്ഞു. അയാൾ മൃദുവായി മന്ദഹസിച്ചു. സർ, 5 മിനിറ്റ് മാത്രം, അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ്റെ ജീവിതം ഏതായാലും ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിൽ പിന്നെ 5 മിനിറ്റ് കൂടി അത് നീട്ടിത്തന്നാൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഞാൻ ഈ കഴുമരത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമോ? ഇല്ല. ആരാച്ചാർ ആ വന്നയാളോട് എന്തെല്ലാമോ പറയുന്നത് കേട്ടു. എല്ലാറ്റിനും അതിൻ്റേതായ സമയക്രമം പാലിക്കേണ്ടതുണ്ടെന്നും സമയത്തിന് അത് നടപ്പാക്കിയില്ലെങ്കിൽ താനായിരിക്കും അതിനുത്തരം പറയേണ്ടതെന്നും മാത്രമല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്നും അയാൾ അറിയിച്ചു. ഹോ, നിയമം എത്ര ക്രൂരമാണ്! 5 മിനിറ്റ്, അത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അതുപോലും അനുവദിച്ചു തരാൻ നിയമത്തിന് അനുവാദമില്ലത്രേ. ഇല്ല, ഇത് നീതിയുടെ വിജയമല്ല, നീതി നിഷേധമാണ്. ഞാനിതിൽ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. പല്ലും നഖവും ഉപയോഗിച്ചാണെങ്കിലും ഈ അനീതിയെ ഞാൻ അംഗീകരിക്കില്ല. ജഡ്ജും ആരാച്ചാരും അവിടെ നിന്നും മറഞ്ഞു. ഞാൻ തനിച്ചായി. എൻ്റെ കാവലായി തൊട്ടടുത്ത് തന്നെ 2 സൈനികർ നിൽക്കുന്നുണ്ട്. ജനമാർത്തു വിളിക്കുകയാണ്. എത്ര വൃത്തികെട്ട ജന്തുക്കളാണ് ഈ മനുഷ്യർ! ഒരുവനെ കഴുമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പോലും അധിക്ഷേപിക്കാൻ മടിയില്ലാത്ത നികൃഷ്ട ജീവികൾ. ഈ ജനക്കൂട്ടത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാവില്ല. അവരെന്നെ ഈ കഴുമരത്തിലേക്ക് വലിച്ചു കയറ്റുമായിരിക്കും. എൻ്റെ വിധി അവർ തന്നെ നിർവഹിക്കുമായിരിക്കും. ഞാൻ കഴുമരത്തിലേക്കൊരിക്കൽ കൂടി നോക്കി. അതെന്നെ പല്ലിളിച്ചു കാണിക്കുന്നു. ദൈവമേ, എന്തൊരു വിധിയാണ്! അതാ ആ നിമിഷം അടുത്തടുത്തെത്തുന്നു. ആരാച്ചാരുടെയും ജഡ്ജിയുടെയും കാൽപെരുമാറ്റം അടുത്തടുത്ത് വരുന്നു. 4 മണിയുടെ ഘടികാരം 4 പ്രാവശ്യം അടിച്ചു. ടിക് 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 എന്ന ആ ശബ്ദം നിലയ്ക്കും മുമ്പ് തന്നെ